സിദ്ധാർത്ഥ, പോളിംഗ് കഴിഞ്ഞെങ്കിലും ഫൈനൽ പെർസെൻറ്റേജ് കിട്ടിയിട്ടില്ല. 78-നും 82-നും ഇടയ്ക്കായിരിക്കും ടോട്ടൽ പോളിംഗ്. 75% കൂടിയ പോളിംഗ് റേറ്റ് എപ്പോഴും നമുക്ക് അനുകൂലമായിട്ടായിരിക്കും വരിക. പക്ഷേ അവസാന ദിവസങ്ങളിലെ അടിയൊഴുക്ക് ഒരു ഘടകം തന്നെയായിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സൻറ്റേജിന്റെ കണക്കൊന്നും അറിഞ്ഞൂടാ. എൻ്റെ ഒരു തോന്നലില് നമ്മൾ ജയിക്കാനാണ് സാധ്യത. ഇനി അഥവാ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ഇയാൾ ഒറ്റ ഒരുത്തനാ. ശാരികയെ തട്ടിക്കൊണ്ടുപോയത് ഉൾപ്പെടെ ഒരുപാട് കുഴപ്പങ്ങൾ പാർട്ടിയുടെ മുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ പരസ്പരം കുത്തിപ്പൊക്കി അതൊരു വാർത്തയാക്കണ്ട. ത്യാഗരാജ, പത്രക്കാർ വിജയസാധ്യത ചോദിക്കുമ്പോൾ ഇനി പഴയതുപോലെ ആവേശം ഒന്നും കാണിക്കണ്ട. വോട്ടെടുപ്പ് കഴിഞ്ഞില്ലേ, ഇനിയൊരു മയത്തിലൊക്കെ മതി. അത് നേരാ. വോട്ടെണ്ണാൻ ഇനി 2 ദിവസം കൂടെയല്ലേ ഉള്ളൂ. അന്ന് കൃത്യമായിട്ട് അറിയാമെന്ന് പറഞ്ഞങ്ങ് ഒഴിഞ്ഞാൽ മതി. അല്ല, നമ്മൾ തോക്കുന്നാണ് എല്ലാരും കൂടെ പറഞ്ഞു വരുന്നത്. തെരഞ്ഞെടുപ്പല്ലേ, എങ്ങനെയും വരാം. രാഷ്ട്രം വാ. സാറ് ടെൻഷൻ ആവണ്ട, നമ്മൾ ജയിക്കില്ലല്ലോ. അല്ല, ജയിക്കും. അബദ്ധം പറഞ്ഞല്ലോ. അതെ മുരളേട്ടാ, എന്തായാലും ദേവിക തന്നെ ജയിക്കും. ശരിയെന്നാ ഞാൻ വിളിക്കാം. എന്റെ പൊന്നുമോളെ, നീ എഴുതി വെച്ചോ. കുറഞ്ഞത് 20,000 ഭൂരിപക്ഷത്തിന് പ്രൊഫസർ പ്രഭാവതി ജയിക്കും. അതൊക്കെ നമുക്ക് കാണാമല്ലോ. ഓക്കെയോ? എല്ലാവരും അത് തന്നെയാ പറയണത്. ദേവിയോട് കുറച്ചു ദിവസം മുറിക്കാതെ തന്നെ ഇരുന്നോളാൻ പറ. തോറ്റേന്റെ ക്ഷീണം മാറിയിട്ട് മതി തല പുറത്തേക്ക് കാണിക്കുന്നു. എന്റെ അമ്മ എന്തായാലും സ്വപ്നം കാണുന്നു. അപ്പൊ പിന്നെ ഭൂരിപക്ഷം 20,000 ആക്കി എന്തിനാ? ദേവികയ്ക്ക് കെട്ടിവെച്ച കാശ് കിട്ടൂലെന്ന് തന്നെ പ്രഖ്യാപിക്കും. സമയാവട്ടെ. വോട്ടെണ്ണി കഴിഞ്ഞ് പ്രഖ്യാപിക്കേണ്ടവര് പ്രഖ്യാപിക്കും. കാതു തുറന്ന് കേട്ടാ മതി. എന്താ നന്ദ? ഉരുളി ചെന്ന് മദ്ദളത്തോട് പരാതി പറയുമെന്ന് പറയല്ലോ. ഇപ്പതാ അതാ സംഭവിച്ചിരിക്കുന്നത്. എന്തുപറ്റി? അല്ല, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആരാ ജയിക്കുക ആരാ തോൽക്കുമെന്ന് വ്യക്തമാവുമല്ലോ. അമ്മയാണ് തോക്കുന്നെങ്കിൽ എന്താവും പ്രതികരണമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാ ഭാർഗവി ആന്റി അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് പറയാൻ വേണ്ടി വന്നയാ. ഇവിടുത്തെ അതിനേക്കാൾ ബഹളം. ഞങ്ങള് ബഹളമൊന്നും ഉണ്ടാക്കുന്നതല്ല നന്ദ, ഒരു സംവാദം അല്ലേ അമ്മേ? എന്തായാലും ശരി, ഭാർഗവി ആന്റി അമ്മയെ കാര്യമായിട്ടൊന്ന് ഉപദേശിക്കണം. ഉപദേശിക്കേണ്ടത് ദേവികയായിരിക്കും. പ്രഭകുഞ്ഞിന്റെ ജയം ഉറപ്പായി കഴിഞ്ഞു. ആരോ ജയിക്കട്ടെ ആന്റി. ആര് ജയിച്ചാലും സാരമില്ല, വീട്ടില് സമാധാനം വേണം. ഭാർഗവി ആന്റി അമ്മയോട് കാര്യമായിട്ടൊന്ന് ഇടപെടണം പ്ലീസ്. അല്ലെങ്കിൽ പിന്നെ ചന്ദ്രത്ത് എന്തൊക്കെയാ നടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കുടുംബത്തിന്റെ നിലനിൽപ്പ് തന്നെ പ്രശ്നമാവും ആന്റി. ആന്റി മുൻകൈ എടുക്കണം, അമ്മയെന്ന് പറഞ്ഞ് തണുപ്പിക്കണം. പ്രഭകുഞ്ഞ് ജയിച്ച് നിയമസഭയിൽ പോയാൽ പിന്നെ വീട്ടിലിരിക്കാൻ സമയം കിട്ടില്ലല്ലോ. പിന്നെ വഴക്കുണ്ടാവില്ല. എന്തായാലും ശരി, ഞാൻ ഇടപെടാം. പ്രഭകുഞ്ഞിനോട് ഞാൻ സംസാരിക്കാം. പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ഞാൻ നോക്കാം. മതി, അത് മതി. നന്ദ വാ, കേറിയിരിക്കെ.